എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗ്രീഷ്മ, വൊക്കേഷണൽ ടീച്ചർ, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആൻഡ് ടെക്നിക്കൽ ഹൈസ്കൂൾ, വടകര. ഇന്നത്തെ ക്ലാസ്സിലെ വിഷയം വൊക്കേഷണൽ സ്കിൽസിൽ സെക്കൻഡ് യൂണിറ്റിലെ ഭാഗമായ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ. എന്താണ് ഒരു പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്നറിയുന്നതിന് മുന്നേ എന്താണ് ഒരു സബ്സ്റ്റേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇത് വൈദ്യുത പ്രസരണ ശൃംഖലയുടെ സുപ്രധാന കണ്ണിയായ സബ്സ്റ്റേഷൻ. ഒരു സബ്സ്റ്റേഷൻ എന്നാൽ അവിടെ നടക്കുന്ന പ്രധാന പ്രവർത്തനം ഉയർന്ന വോൾട്ടതയിൽ ലഭിക്കുന്ന വൈദ്യുതി നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിനായി പാകപ്പെടുത്തുക എന്നതാണ്. ജനറേറ്റിംഗ് സ്റ്റേഷൻ അടുത്തുള്ള സബ്സ്റ്റേഷനിൽ 11 kV ലഭിക്കുന്ന വൈദ്യുതി വോൾട്ടത വർദ്ധിപ്പിച്ച് 110 kVയോ 220 kVയോ ആക്കി പ്രസരണം നടത്തുന്നു. അങ്ങനെ പ്രസരണം നടത്തുന്ന വൈദ്യുതോർജ്ജം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പാഴാക്കാതെ എത്തിക്കുക എന്നതാണ് സബ്സ്റ്റേഷന്റെ ചുമതല. ഉദാഹരണമായി ഇവിടെ നാം കാണുന്നത് നല്ലളം 220 kV സബ്സ്റ്റേഷനാണ്. കോഴിക്കോട് ഡീസൽ പവർ പ്രോജക്റ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന 11 kV വൈദ്യുതി എത്തിച്ച ശേഷം അതിന്റെ വോൾട്ടത വർദ്ധിപ്പിച്ച് നമ്മുടെ സംസ്ഥാനത്തിനാകെ ഉപയോഗിക്കുന്നതിനുള്ള ഗ്രിഡിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് വൈദ്യുതി എത്തിക്കുമ്പോൾ ഉന്നത വോൾട്ടതയിൽ പ്രസരണം നടത്തിയാൽ ഊർജ്ജ നഷ്ടം തടയാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് സബ്സ്റ്റേഷനുകൾ വൈദ്യുത ശൃംഖലയിലെ സുപ്രധാന കണ്ണിയാണ്. 220 kVയിൽ പുറത്തുനിന്നും എത്തുന്ന വൈദ്യുതി വോൾട്ടത കുറച്ച് 11 kVയിലാക്കി വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനവും നല്ലളം സബ്സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു പ്രദേശത്ത് ഒരു സബ്സ്റ്റേഷൻ ഉണ്ടായാൽ അതിന്റെ അധീനതയിലുള്ള പ്രദേശത്ത് മെച്ചപ്പെട്ട വൈദ്യുതി ലഭിക്കുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. സബ്സ്റ്റേഷനുകളും പ്രസരണ ലൈനുകളും ആ പ്രദേശത്തിന്റെ വികസനത്തിന്റെ പ്രതീകങ്ങൾ കൂടിയാണ്. ഓക്കെ, ഇതൊന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്കറിയാം, പവർ സിസ്റ്റം 3 ഭാഗങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 1 ജനറേഷൻ അഥവാ ഉൽപാദനം, 2 ട്രാൻസ്മിഷൻ അഥവാ പ്രസരണം, 3 ഡിസ്ട്രിബ്യൂഷൻ അഥവാ വിതരണം. ഈ 3 വിഭാഗത്തിനെയും ഒന്നിനോടൊന്ന് ചേർക്കാൻ വേണ്ട ഇന്റർലിങ്ക് ആയിട്ടാണ് ഒരു സബ്സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ജനറേഷൻ ട്രാൻസ്മിഷൻ ഭാഗത്തേക്ക് യോജിപ്പിക്കാൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വരുന്ന സബ്സ്റ്റേഷൻ പ്രവർത്തിക്കുന്നു. ട്രാൻസ്മിഷനെ ഡിസ്ട്രിബ്യൂഷനായി യോജിപ്പിക്കാൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉൾപ്പെടുന്ന സബ്സ്റ്റേഷൻ പ്രവർത്തിക്കുന്നു. ചിൽഡ്രൻ, പ്ലീസ് ടേക്ക് ദ നോട്ട് ആൻഡ് റൈറ്റ് വാട്ട് ഈസ് എ സബ്സ്റ്റേഷൻ. A substation is a part of an electrical generation, transmission and distribution systems. It transforms voltage from high to low, low to high, performs several other important functions. A substation includes transformer to change the voltage level, protective and controlling equipments and measuring instruments also. Okay children, എന്താണ് സബ്സ്റ്റേഷൻ എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക് ആയ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്താണെന്ന് നോക്കാം. ഈ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ നമ്മുടെ പവർ സിസ്റ്റത്തിൽ എവിടെയാണ് സ്ഥാനം? ഈ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷന്റെ പ്രസക്തി എന്താണ്? പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷനിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് വരുന്നത്? ഈ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷനിൽ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത്. നമുക്കറിയാം, ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് 11,000 വോൾട്ടേജ് ആണ്. ഈ 11,000 വോൾട്ടേജിനെ 110 kVയോ 220 kVയോ 400 kVയോ ആയി സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 11,000 വോൾട്ടേജ് ആക്കുന്നുണ്ട്. ഈ 11,000 വോൾട്ടേജ് നമുക്ക് കൺസ്യൂമേഴ്സിന് നേരിട്ട് ആവശ്യമില്ല. ഇവിടെയാണ് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ വരുന്നത്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെയും കൺസ്യൂമേഴ്സിനെയും ഇന്റർലിങ്ക് ചെയ്യുന്ന ഭാഗമാണ് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ. ഈ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷനിലെ മെയിൻ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. അതൊരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇവിടെ 11,000 വോൾട്ടേജ് 430 വോൾട്ടേജായി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സും ഇവിടുത്തെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും കൂടി ചേർന്നതാണ് ഒരു പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ. ഒരു ഡബിൾ പോൾ സ്ട്രക്ചറിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നു. നമ്മളത് ഇതൊരു പ്ലിന്തിലാണ് ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്നാണ് പറയുന്നത്.
ട്രാൻസ്ഫോമർ റേറ്റിംഗ് 250 kVAക്ക് താഴെയാണെങ്കിൽ അത് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ ആണ്. ട്രാൻസ്ഫോമർ റേറ്റിംഗ് 250 kVAക്ക് മുകളിലാണെങ്കിൽ അത് പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷൻ ആണ്. ഇനി നമുക്ക് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷനിൽ വരുന്ന എക്യുപ്മെൻറ്റ്സും ആക്സസറീസും എന്തൊക്കെയാണെന്ന് നോക്കാം. എയർ ബ്രേക്ക് സ്വിച്ച്, AB സ്വിച്ച്, ലൈറ്റ്നിങ് അറസ്റ്റർ, ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ്, DO ഫ്യൂസ്, ട്രാൻസ്ഫോമർ, accessories, rail poles or PSC poles, cross arms, top hamper, MS channels, pin insulator, nuts and bolts. ഇനി നമുക്ക് ഒരു പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ്റെ എറക്ഷൻ നോക്കാം. ആദ്യമായി എറക്റ്റ് ചെയ്യേണ്ടത് ഒരു DTR സ്ട്രക്ചറാണ്. ഇതിനായി 2 പോൾസ് എറക്റ്റ് ചെയ്യണം. പോൾസ് റെയിൽ പോളോ PSC പോൾസോ ആവാം. പോളിൻ്റെ ലെങ്ത്ത് ലൊക്കേഷൻ അനുസരിച്ച് സെലക്ട് ചെയ്യാം. 9 മീറ്റർ പോൾസാണ് എടുത്തതെങ്കിൽ 1.5 മീറ്റർ ലെങ്ത്തിൽ പോൾസ് ഭൂമിക്കടിയിൽ വരുന്ന രീതിയിലായിരിക്കണം പോൾ എറക്ഷൻ നടത്തേണ്ടത്. 2 പോൾസും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2.44 മീറ്റർ ആയിരിക്കണം. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡ് 11 kV സൈഡും ഗ്രൗണ്ടും ആയിട്ടുള്ള ക്ലിയറൻസ് മിനിമം 3 മീറ്റർ ഉണ്ടായിരിക്കണം. ട്രാൻസ്ഫോമർ മൗണ്ട് ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫോമർ ബെഡായിട്ട് വരുന്ന MS ചാനൽ ഫിറ്റ് ചെയ്യുന്നത് സ്റ്റഡി ആയിരിക്കണം. ഹൊറിസോണ്ടൽ തന്നെയായിട്ട് ഫിക്സ് ചെയ്യണം. അതിൻ്റെ അലൈൻമെൻറ്റ് മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ബാക്കി വരുന്ന AB സ്വിച്ച് ഫിറ്റ് ചെയ്യേണ്ട ചാനൽ, ലൈറ്റ്നിങ് അറസ്റ്റർ ഫിറ്റ് ചെയ്യേണ്ട ചാനൽ, DO ഫ്യൂസ് ഫിറ്റ് ചെയ്യേണ്ട ചാനൽ എന്നിവ 1.5 മീറ്റർ ഡിസ്റ്റൻസിൽ ഫിറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെയുള്ള പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ നിങ്ങൾ റോഡരികിൽ പല സ്ഥലത്തും കണ്ടു കാണും. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം. ഒരു ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനിൽ നിന്നും ഫീഡർ വഴി വരുന്ന 3 ഫേസ് 11 kV ലൈനുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ 11 kV ലൈനിൽ നിന്ന് ടാപ്പ് ചെയ്ത് AB സ്വിച്ചിൻ്റെ മെയിൽ കോണ്ടാക്റ്റിലാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് AB സ്വിച്ച് കാണാം. ഇതിനെ ഗാങ് ഓപ്പറേറ്റഡ് സ്വിച്ച് എന്നും പറയും. കാരണം ഇതിന് 3 ഫേസും ഒരുമിച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ AB സ്വിച്ചിൻ്റെ ഫങ്ഷൻ 11 kV ലൈനിൽ നിന്നും ട്രാൻസ്ഫോമറിനെ ഐസൊലേറ്റ് ചെയ്യുക എന്നതാണ്. ട്രാൻസ്ഫോമറിൽ മെയിൻ്റനൻസ് വർക്ക് വരുമ്പോൾ ഈ AB സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യും. AB സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്കൊരു ഹാൻഡിൽ താഴോട്ടേക്ക് വരുന്നത് കാണാം. ഈ ഹാൻഡിൽ താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ കാണുന്ന കോണ്ടാക്റ്റ് ആം ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്നു. അടുത്ത കണക്ഷൻ വരുന്നത് ലൈറ്റ്നിങ് അറസ്റ്ററിലേക്കാണ്. എന്താണ് ലൈറ്റ്നിങ് അറസ്റ്റർ? 11 kV ലൈനിൽ ഹെവി ആയ ഒരു ലൈറ്റ്നിങ് വന്നാൽ അത് ട്രാൻസ്ഫോമറിനെ ബാധിക്കാതെ ട്രാൻസ്ഫോമറിനെ ലൈറ്റ്നിങ്ങിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ലൈറ്റ്നിങ് അറസ്റ്റർ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് കണക്ഷൻ DO ഫ്യൂസിലേക്കാണ്. DO ഫ്യൂസാണ് ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ്. DO ഫ്യൂസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൽ വരുന്ന എന്തെങ്കിലും ഫോൾട്ട്, ട്രാൻസ്ഫോമറിനകത്ത് ഫോൾട്ട് ഉണ്ടാവുമ്പോൾ ട്രാൻസ്ഫോമറിൽ ഓവർ കറണ്ട് ഉണ്ടാവും. ആ ഓവർ കറണ്ട് കൊണ്ട് DO ഫ്യൂസ് വർക്ക് ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫോമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ട്രാൻസ്ഫോമറിനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DO ഫ്യൂസ് വെച്ചത്. സാധാരണ നിങ്ങൾ കാണുന്നത് ഇതുപോലെയുള്ള DO ഫ്യൂസുകളാണ്. എന്നാൽ ഇത്തരത്തിലുള്ള DO ഫ്യൂസുകളും പുതുതായി വെക്കുന്ന ട്രാൻസ്ഫോമറുകൾക്ക് കാണാം. DO ഫ്യൂസ് കഴിഞ്ഞാൽ നേരെ കണക്ഷൻ പോകുന്നത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡ് HT ബുഷിങ്ങിലേക്കാണ്. ഇവിടെ നിങ്ങൾ കണക്ഷൻ ശ്രദ്ധിക്കൂ.
ഈ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. പ്രൈമറിയിലെത്തുന്ന 11,000 വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 430 വോൾട്ടേജായി സെക്കൻഡറിയിലെത്തുന്നു. ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ പ്രൈമറി സൈഡ് ഡെൽറ്റ കണക്ഷനും സെക്കൻഡറി സൈഡ് സ്റ്റാർ കണക്ഷനുമാണ് വരുന്നത്. അടുത്തത് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കണക്ഷൻ നോക്കാം. ഇവിടെ കാണുന്ന കണക്ഷനിൽ 4 കണക്ഷൻ വരുന്നുണ്ട്. 3 ഫേസ് കണക്ഷനും 1 ന്യൂട്രൽ കണക്ഷനുമാണ് വരുന്നത്. ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട് ഒരു ഫേസും ന്യൂട്രലുമാണ് എടുക്കുന്നതെങ്കിൽ 240 വോൾട്ടേജ് കിട്ടും. 2 ഫേസ് ആണ് കണക്ഷൻ എടുക്കുന്നതെങ്കിൽ 430 വോൾട്ടേജ് കിട്ടും. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിൽ നിന്ന് കണക്ഷൻ വരുന്നത് LT മീറ്റർ ബോക്സിലേക്കാണ്. ഇതിൽ ഫ്യൂസസ് ഉണ്ട്, എനർജി മീറ്റർ ഉണ്ട്. ഫ്യൂസസ് വന്ന് LT സൈഡിലെ ലൈനിൽ എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഫ്യൂസസ് ഫിറ്റ് ചെയ്തത്. ഇനി ഫ്യൂസസിൻ്റെ ഔട്ട്പുട്ട് നേരെ പോകുന്നത് LT ലൈനിലേക്കാണ്. LT ലൈനിൽ നിങ്ങൾ കാണാം 4 ലൈനുകൾ കാണാം, 3 ഫേസ് 1 ന്യൂട്രൽ. ആ ന്യൂട്രൽ വയർ കണക്ട് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിലെ ന്യൂട്രലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കൺസ്യൂമർ സൈഡിലേക്ക് വരുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വരുന്ന ഇലക്ട്രിക് സപ്ലൈ 3 ഫേസ് 4 വയർ സിസ്റ്റത്തിലൂടെ വരുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഒരു പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എവിടെയൊക്കെ എർത്തിങ് ചെയ്യുന്നു എന്ന് നോക്കാം. ഒരു പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷന് മിനിമം 3 സെപ്പറേറ്റ് എർത്തിങ് എങ്കിലും വേണം. 1 ലൈറ്റ്നിങ് അറസ്റ്റർ എർത്തിങ്, 2 ട്രാൻസ്ഫോമർ ന്യൂട്രൽ എർത്തിങ്, 3 ട്രാൻസ്ഫോമർ ബോഡി എർത്തിങ്. ഓക്കെ, അടുത്തതായി ട്രാൻസ്ഫോമറിൽ വരുന്ന കുറച്ച് ആക്സിഡൻസിൻ്റെ കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ട്രാൻസ്ഫോമർ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറയുന്നത് പെട്രോളിയം ബൈ പ്രൊഡക്റ്റാണ്. ഇത് എക്സ്പ്ലോസീവാണ്. ട്രാൻസ്ഫോമറിൻ്റെ അകത്തെ വൈൻഡിങ്സിൽ വല്ല ഷോർട്ട് സർക്യൂട്ടും സംഭവിച്ചാൽ അവിടെ സ്പാർക്കിംഗ് ഉണ്ടാവും. അങ്ങനെ ട്രാൻസ്ഫോമർ ഓയിൽ കത്തും. അങ്ങനെ ട്രാൻസ്ഫോമറിന് തന്നെ എക്സ്പ്ലോഷൻ സംഭവിക്കാം. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സംരക്ഷിക്കുകയും വേണം. കൂടെ ഒരു ട്രാൻസ്ഫോമർ എക്സ്പ്ലോഷൻ സംഭവിച്ചാൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ കൂടെ ജനങ്ങൾക്കും കൂടി അപകടങ്ങൾ സംഭവിക്കാം. ഇത് ഒഴിവാക്കാൻ വേണ്ടി ട്രാൻസ്ഫോമറിൽ നമുക്ക് എപ്പോഴും റെഗുലർ മെയിൻ്റനൻസ് നടത്തേണ്ടതുണ്ട്. ട്രാൻസ്ഫോമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ പൊതുജനങ്ങളിൽ നിന്ന് ട്രാൻസ്ഫോമറിനെ ഐസൊലേറ്റ് ചെയ്യാനും വേണ്ടി പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ ഒരു ഫെൻസിങ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പൊതുജനങ്ങളിൽ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷനിൽ സാധാരണ ഒരു ഡേഞ്ചർ ബോർഡ് വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ കാണിച്ച എല്ലാ എക്യുപ്മെൻറ്റ്സും നിങ്ങൾ ലൈവായിട്ട് കാണുക. അതോടുകൂടി നിങ്ങൾക്ക് ഈ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. താങ്ക് യു.